കൊല്ലത്തുനിന്ന് നേരെ പെരിന്തൽമണ്ണ മണ്ണാർമലയിലുള്ള എൻ്റെ ഇത്താടെ വീട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇത്താൻ്റെ വീട്ടിൽ ഉച്ചയായി എത്തിയപ്പോഴേക്കും. അപ്പോൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ മള്ഹൂത്തും കാട ഫ്രൈ ആയിരുന്നു കേട്ടോ. മള്ഹൂത്തിലെ ചിക്കനൊക്കെ ഭയങ്കര വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് അവിടെ ചുറ്റിക്കറങ്ങി നടന്നപ്പോഴാണ് 2 ഭരണിക്കകത്ത് ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങ കണ്ടത്. അതൊക്കെ കുറച്ച് കടിച്ച് പറിച്ച് കഴിച്ചു. പിന്നെ രാത്രി ഞങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ഇത്ത ചോദിച്ചു. ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിയും കോഴിയും എന്നാണ് കേട്ടോ ഇതിൻ്റെ ഈ കോമ്പിനേഷൻ്റെ പേര്. പക്ഷേ കോഴിക്ക് പകരം ഇത്ത മട്ടൺ റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. മട്ടൺ പുരട്ടിയത് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മുടെ പ്രധാന ഐറ്റം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കി. ഫ്രിഡ്ജിൽ സംഭവം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ തവണ ചെല്ലുമ്പോഴത്തെ ഏതെങ്കിലും ഒരു കേക്ക് എനിക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ ഇത്തവണ പറഞ്ഞ ട്രച്ച്ലെച്ചസ് ആണ് കേട്ടോ. അതിനകത്ത് ആ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും പാലും എല്ലാം കൂടെ ചേർത്ത് ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത്തയാണെങ്കിൽ ഒരുവിധം എല്ലാ കേക്കുകളും ബേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും, സെയിലും ചെയ്യാറുണ്ട്. അതിനകത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ട്രച്ച്ലെച്ചസ് തന്നെയാണ്. ഇത്തവണ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ വിചാരിച്ച് നാളെയും കഴിക്കാമെന്ന്. കാരണം പിറ്റേന്ന് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എവിടെ, എല്ലാവരും മാറി തിരിഞ്ഞ് കുത്തിയിരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. എന്തായാലും ലാസ്റ്റ് കുറച്ച് ഞങ്ങൾ പിറ്റേന്ന് കഴിക്കാൻ വേണ്ടി ബാക്കി വെച്ച്.